എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ആണ് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. സർക്കുലർ പലാസോ എങ്ങനെയാ ചെയ്യാന്നുള്ളത് വലിയ ആളുകൾക്കും കുട്ടികൾക്കും എങ്ങനെയാ ചെയ്യാന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള സ്ട്രഗ് അല്ലെങ്കിൽ ലോങ് ജാക്കറ്റ് എങ്ങനെയാ ചെയ്യാന്നുള്ള വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണിക്കുന്നത് പ്രിൻസസ് കട്ട് മോഡലിലുള്ള ക്രോപ്പ് ടോപ്പ് ആണ്. ഈ പ്രിൻസസ് കട്ട് മോഡലിലുള്ള ക്രോപ്പ് ടോപ്പും ഒത്തിരി വീഡിയോസ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി കട്ടിങ് ഇല്ലാതെ, അതായത് പ്രിൻസസ് കട്ട് എപ്പോഴും നമ്മൾ ചെയ്യുക കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ടിങ് ഇല്ലാണ്ട് എങ്ങനെ പ്രിൻസസ് കട്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സൈഡിൽ എങ്ങനെ ഇൻവിസിബിൾ സിബ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്ലീവ്ലെസ് ആയിട്ടാണ് ടോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 0.80 ആണ് ഞാൻ ഫാബ്രിക് എടുത്തിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് എടുക്കാം. ഇനി നിങ്ങൾ സ്ലീവ് വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 മീറ്റർ എടുക്കാം. സ്ലീവിന് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫാബ്രിക് കൂട്ടിയെടുക്കണം കേട്ടോ. സെയിം മെത്തേഡിൽ ചെയ്താൽ മതി. ആദ്യം തന്നെ ഫാബ്രിക് ഇതേപോലെ 4 മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 4 മടക്കിയിരുന്ന സമയത്ത് 11 ഇഞ്ചാണ് വിടുത്ത് കിട്ടുന്നത്. അപ്പോൾ എനിക്കത് മതി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മടക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വിടുത്ത് വൈസാണ് മടക്കിയത്. നിങ്ങൾക്ക് ലെങ്ത് വൈസ് വേണമെങ്കിൽ ലെങ്ത് വൈസ് മടക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മടക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലെങ്ത് മാർക്ക് ചെയ്യാം. ഇതൊരു പലാസോന്റെ കൂടെ പെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്തിലാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഒരു 18 ഇഞ്ച് ലെങ്ത് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 19 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത്രയും ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡർ. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പുറത്തേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സ്ലോപ്പ് ചെയ്ത് വരച്ചിട്ടുള്ള പോയിന്റിൽ നേരെ താഴേക്ക് എത്രയാണോ നിങ്ങളുടെ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 7 ആണ്. 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ എൽ ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടുള്ള അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 9 ഇഞ്ചാണ്. 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് എപ്പോഴും 2 ഇഞ്ച് സീം അലവൻസ് വെക്കും. പിന്നെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. ചില ആൾക്കാർ 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെയാണ് വെക്കുക. സീം അലവൻസ് അധികം ഉണ്ടാവുമ്പോൾ നമുക്ക് ആ പെർഫെക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ പ്രിൻസസ് കട്ട് മോഡലുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത്. അതെന്നെ കട്ട് ചെയ്യാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചധികം സീം അലവൻസ് വെക്കണം. എന്നിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നിങ്ങളൊരു 1/2 ഇഞ്ചൊക്കെ സീം അലവൻസ് വെക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളൊരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2.5 to 3 ഇഞ്ച് വരെയെങ്കിലും എടുക്കുന്നത് നല്ലതാണ്. ബാക്ക് പീസിന് വേണ്ട, ഒന്നിച്ച് മടക്കിയിട്ടതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് മാർക്ക് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ബാക്കിലേക്കുള്ള ആം ഹോൾ മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ഇപ്പോൾ വരച്ചിട്ടില്ല. ഇനി വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 14 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് റൗണ്ടിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടുള്ള അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടം വിഡ്ത്ത് 9 ആണ്. അതിൻ്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ ഈ സീം അലവൻസുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ബാക്കിൽ ആം ഹോൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒറ്റ കട്ടിങ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നെക്കും കൂടി ഒന്ന് ഇതിനകത്ത് തന്നെ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പറിൽ വേണമെങ്കിൽ ക്യാൻവാസ് പേപ്പറിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ നെക്കിന് ലെങ്ത് ആയിട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലെ നെക്കിന് ലെങ്ത് ആയിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പാണ് നെക്കിന് കൊടുക്കുന്നത്. റെഫറൻസിന് തന്ന ഫോട്ടോയിൽ സ്കാലപ്പ് നെക്ക് ആയിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് സ്കാലപ്പ് നെക്കിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്.
മുകളിൽ ഇതേപോലെ കുറച്ച് ഫാബ്രിക് വെച്ചിട്ട് ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഈ മുകളിൽ ഈ ഫാബ്രിക് വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്റർ മിസ്സായി പോവാതിരിക്കണം. അതായത് നമ്മൾ മൊത്തമായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് ഇങ്ങനെ വൈഡായി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും ഇതേപോലെ ഒരു പീസ്, അത് ക്യാൻവാസ് പേപ്പറിലാണെങ്കിലും ശരി ഫാബ്രിക്കിലാണെങ്കിലും ശരി വെച്ച് കട്ട് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസിലേക്ക് ബാക്കിലുള്ള നെക്ക് ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അളവ് ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നെക്ക് വരച്ചതിന് ശേഷം ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് ഫാബ്രിക് എക്സ്ട്രാ വെച്ചിട്ട് ഈ ഷേപ്പിൽ തന്നെ ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. കാരണം 2 പീസും കൂടി നെക്ക് കട്ട് ചെയ്യുമ്പോൾ വൈഡായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ട് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഉള്ള നെക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ബാക്കിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. സെയിം ഇതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു പീസ് നമുക്ക് കട്ട് ചെയ്യാം. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രോസ് പീസ് വേണം. പിന്നെ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 2 സ്ട്രെയിറ്റ് പീസ് വേണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നെക്ക് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു പീസിന്റെ സൈഡ് വശം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു മടക്ക് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാൻവാസ് പേപ്പർ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിലും ഇതേപോലെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നെക്ക് പതിച്ചടിക്കാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ മെയിൻ ഫാബ്രിക്കിന്റെ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. സെന്റർ ടു സെന്റർ ആയിരിക്കണം. പിൻ കുത്തി കൊടുക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് എന്താണോ നിങ്ങളുടെ നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ആ ഒരു റൗണ്ട് ഷേപ്പ് എന്താണോ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പിനനുസരിച്ചിട്ട് ഫാബ്രിക് ഇങ്ങനെ മൂവ് ചെയ്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല. അങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ആ ഒരു ക്ലോത്തിന്റെ അലൈൻമെന്റ് തെറ്റിയിട്ട് ഒന്നായിട്ട് വൃത്തികേടായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് വലിച്ചു പിടിക്കാതെ വളരെ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി മെയിൻ ഫാബ്രിക്കിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവിനനുസരിച്ചിട്ട് എക്സ്ട്രാ വെച്ചിരിക്കുന്ന ഫാബ്രിക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന 4 ഇഞ്ചിലുള്ള ക്ലോത്തിൽ മാത്രം കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. എക്സ്ട്രാ വെച്ചിരിക്കുന്ന ഫാബ്രിക് ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. അതിൻ്റെ അടിയിൽ സീം അലവൻസ് വരുന്ന രീതിയിൽ ഒരു പ്രാവശ്യം കൂടി എന്താണോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഷേപ്പ് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പീസ് അടിഭാഗത്തേക്ക് മറിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ക്യാൻവാസ് പേപ്പർ വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാക്കിൽ കാണുമ്പോൾ എനിക്ക് കുറച്ചധികം ഫാബ്രിക് ഉണ്ട്. അത് വേണമെങ്കിൽ ഉള്ളോട്ടേക്ക് ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ടൊന്ന് ഹെം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു 1.5 ഇഞ്ച് എടുക്കാനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ 1.5 ഇഞ്ചാണ് എടുത്തത്. പക്ഷെ 1.5 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. സെയിം ഇതേപോലെ തന്നെ ബാക്കിലുള്ള നെക്കും നിങ്ങൾ ചെയ്തെടുക്കുക. സെയിം മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിനെ പ്രിൻസസ് കട്ട് ആക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് പീസിന് ഇതേപോലെ മടക്കിയിടുന്നുണ്ട്. ചീത്ത വശം കാണുന്ന രീതിയിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. കറക്റ്റ് മടക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് അപ്പെക്സ് പോയിന്റിലേക്കുള്ള ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. ഞാൻ സ്ക്രീനിൽ ഇമേജ് കൊടുക്കാം. അതുപോലെ വേണം നിങ്ങൾ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിവിടെ 9.5 ഇഞ്ചാണ്. പ്ലസ് 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൺസിഡർ ചെയ്യാം. 9.5 പ്ലസ് 1/2 ഇഞ്ചും കൂടി ചേർത്ത് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 10 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ലൈനിന് നേരെ താഴോട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതന്നെ ഈ സ്ലോപ്പ് വരുന്ന ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യരുത്. കറക്റ്റ് ആ നെക്ക് ചെയ്ത് അവിടെ നിന്ന് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ 10 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അപ്പെക്സ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അതും ഞാൻ ഫോട്ടോ കൊടുക്കാം. അതുപോലെ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിവിടെ 3.75 ഇഞ്ചാണ്. അപ്പോൾ അതും ഇതേപോലെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിന്റും കൂടി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റ് നിന്ന് ജസ്റ്റ് താഴെയും സെയിം ഇതേ ലെങ്ത് തന്നെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. സ്ക്രീനിൽ കാണുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫാബ്രിക്കിൽ എല്ലാ കളറും മിക്സ് ആയതുകൊണ്ട് തന്നെ ഏത് ചോക്ക് വെച്ച് വരച്ചിട്ടും കാണുന്നില്ല. എൻ്റെ അടുത്താണെങ്കിൽ വൈറ്റ് കളർ ചോക്കും ഇല്ല.
കറക്റ്റ് ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക്, ഏകദേശം ആ ആം ഹോളിൻ്റെ കേവ് വരുന്ന ഭാഗത്തേക്കൊന്ന് ഒരു കേവ് ഷേപ്പ്, നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, ആ ഷേപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഡാബ് ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു സൈഡിൽ വരച്ചിരിക്കുന്ന അളവ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് കാണാം. ഞാൻ അതിലൂടെ ഒന്ന് ചോക്ക് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് കറക്റ്റ് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നമ്മളൊരു 1/4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ, പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ലൈനിലൂടെ ജസ്റ്റ് റാൻഡം ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, അതായത് പ്രിൻസസ് കട്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ലൈന്, അത് കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് താഴേന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. താഴേന്ന് ഒരു 1/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ മൈന്യൂട്ടായിട്ട് വരണം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. താഴെ നമ്മൾ 1/4 ഇഞ്ചിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഈ ഒരു പോയിന്റ്, അതായത് സെൻറ്ററിൽ നമ്മൾ ഈ അപ്പെക്സ് പോയിന്റ് മാർക്ക് ചെയ്ത ആ പോയിന്റ് എത്തുമ്പോൾ അവിടെ മൈന്യൂട്ടായിട്ട് വരണം. എന്നിട്ട് നമ്മൾ ആ ആം ഹോളിൻ്റെ ഭാഗത്തേക്കുള്ള കേവിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ മൈന്യൂട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ആം ഹോൾ എത്തുന്നതിന് കുറച്ച് മുന്നേ ആയത് കൊണ്ട് എന്ത് ചെയ്യണം, അത് വൈഡായിട്ട് ഒരു 1/4 ഇഞ്ചിൽ നിർത്തണം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ചിൻ്റെ ഡാട്ട് കൊടുത്തതുപോലെയും താഴെ നമ്മളൊരു 1/4 ഇഞ്ചിൻ്റെ ഡാട്ട് കൊടുത്തതുപോലെയും, എന്നാൽ സെൻറ്റർ മൈന്യൂട്ടായിട്ട് കിട്ടുന്ന രീതിയിലുമാണ് സ്റ്റിച്ച് ചെയ്തത്. ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഓപ്പോസിറ്റ് സൈഡും സെയിം ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൽ ലൈനിങ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് വെച്ചിട്ട് നെക്ക് പതിച്ചടിച്ചിട്ട് മറിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സീം അലവൻസ് പുറത്തേക്ക് വിസിബിൾ ആവില്ല കേട്ടോ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇനി നിങ്ങൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. അതിനുശേഷം ഇതേപോലെ ഫ്രണ്ട് പീസ് മാത്രം ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് ആം ഹോൾ ഒന്ന് ഫ്രണ്ടിലേക്ക് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ബാക്കിൽ ആം ഹോൾ മാത്രമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് വേണം. നിങ്ങൾ സ്ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്ലീവ് ചെയ്യാം. നമ്മളിവിടെ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രോസ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. നിർബന്ധമായിട്ടും ക്രോസ് പീസ് തന്നെ എടുക്കുക. ഒരു 1 ഇഞ്ച് വൃത്തുള്ള ക്രോസ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഈ ക്രോസ് പീസിന്റെ നല്ല വശം വെച്ചിട്ട് എന്താണോ നമ്മുടെ ആം ഹോളിന്റെ ഷേപ്പ് വെച്ചാൽ അത് പ്രകാരം ഒന്ന് ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 2 മടക്ക് മടക്കിയിട്ട് ഈ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് പുറമേക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ ഈ ആം ഹോൾ ഒന്ന് പതിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പം ഇതിനോട് മാച്ച് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു കളർ ക്രോസ് പീസ് എടുത്തിട്ട് ഒരു പൈപ്പിംഗ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതേപോലെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടോപ്പിലായും കൊണ്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ക്രീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെയിം ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡും ആം ഹോൾ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതേപോലെ ഒരു 3 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയൊന്നും വിടുത്തിന്റെ ആവശ്യമില്ല. എനിക്ക് താഴ്ഭാഗം കുറച്ച് കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ ചെറിയൊരു പീസ് എടുത്താലും മതി കേട്ടോ. നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വിടുത്തുള്ള പീസ് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക്കിന്റെ മുകളിലായിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും വിടുത്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് താഴെ കുറച്ച് കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1 ഇഞ്ചിലൊരു സ്റ്റിച്ച് താഴെ ഉണ്ടാകുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങളൊരു 1 ഇഞ്ചിന്റെ പീസ് എടുത്തിട്ട് ഫോൾഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. സെയിം ഇതേപോലെ തന്നെ ബാക്ക് പീസ് ഒന്ന് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ ഏത് ഭാഗത്താണോ സിബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗമല്ലാത്ത ഓപ്പോസിറ്റ് സൈഡ് നിങ്ങളുടെ അളവ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് സിബ് ഇടാൻ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇടത് ഭാഗമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ലെഫ്റ്റ് സൈഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് എൻ്റെ അളവ് പ്രകാരം ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡും ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് വരെ എൻ്റെ അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്.
1.5 ഇഞ്ച് വരെയാണ് അവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുവരെ സ്റ്റിച്ച് കൊടുക്കുക. 1.5 ഇല്ലെങ്കിൽ ഒരു 1 ഇഞ്ചെങ്കിലും നിങ്ങൾ അവിടെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ബാക്ക് പീസിന് സീം അലവൻസ് കൂടുതലുണ്ട്, ഫ്രണ്ട് പീസിന് 1/2 ഇഞ്ച് സീം അലവൻസ് ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലാണ് പ്രിൻസസ് കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യമേ ഞാൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്. സാധാരണ നിങ്ങൾ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് സീം അലവൻസ് കൊടുക്കുന്നതെങ്കിലും ഇതുപോലെ പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ സീം അലവൻസ് എപ്പോഴും കൊടുക്കണം എന്നുള്ളത് കേട്ടോ. ഇവിടെ 2 ഇഞ്ച് കൊടുത്തിട്ട് എനിക്ക് 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വെച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഒരു 2.5 to 3 ഇഞ്ച് വരെയെങ്കിലും എടുക്കാൻ പറഞ്ഞത്, കുറച്ചും കൂടി സീം അലവൻസ് വേണമെങ്കിൽ. ഇനി സിബ് എടുക്കുക. ഇൻവിസിബിൾ സിബാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഈ പല്ലുള്ള ഭാഗം പുറത്തേക്കൊന്ന് കാണുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എപ്പോഴും സിംഗിൾ ഫൂട്ട് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻവിസിബിൾ സിബ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഡബിൾ ഫൂട്ടിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സിബ് വരേണ്ട ഭാഗം ജസ്റ്റ് ഇതേപോലെ ഞാൻ ചോക്ക് വെച്ചിട്ടൊന്ന് 2 സൈഡിൻ്റെയും നല്ല വശത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ വേണം സിബ് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഓപ്പൺ ചെയ്ത് അതേപോലെയല്ല, അതിനിങ്ങനെ മറിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ. വെച്ചിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിബ് ഒന്ന് ജസ്റ്റ് ഈ ക്ലോത്തുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റാൻഡം ആയിട്ടൊരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. താഴേന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴേന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് സ്റ്റിച്ച് ചെയ്ത പോയിന്റ് ഉണ്ട്. അതായത് കറക്റ്റ് ഈ 1.5 ഇഞ്ചിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തരുത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് അവിടെ ഇടണം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിബിനെ ഇൻവിസിബിൾ ആക്കാൻ വേണ്ടി പോകുന്നത്. ഇൻവിസിബിൾ ആക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി കൊടുക്കുന്ന ഈ ഒരു സ്റ്റിച്ച്, ഈ ഒരു സിബ് നമ്മളിങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കണം. അതായത് എത്രത്തോളം നമുക്ക് സിബിനോട് അടുപ്പിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അടുപ്പിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം എന്ത് ചെയ്യണം, ഈ ഒരു സിബിന്റെ മുകളിൽ ഈ ഒരു സ്റ്റിച്ച് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം നിങ്ങളുടെ കയ്യിൽ കയറി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എത്രയോ തവണ എൻ്റെ കയ്യിൽ സൂചി കയറിയിട്ട് ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ അകത്തി കൊടുക്കുമ്പോൾ കൈ ഇങ്ങനെ അതിനനുസരിച്ച് വിട്ട് വിട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ മെല്ലെ പതിയെ സമയം എടുത്തിട്ട് ചെയ്താൽ മതി. നമ്മളിവിടെ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ മെല്ലെ ചെയ്താൽ മതി കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 1/2 ഇഞ്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ അതേപോലെ നിർത്തുക. സെയിം ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നമ്മൾ കുറച്ചധികം സിബ് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട്, അതായത് കുറച്ച് പീസ് അവിടെ വെച്ചിട്ട് എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് ഈ കുറച്ച് വെച്ചിരിക്കുന്ന പീസിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ട് മടക്കിയിട്ട് ഈ സീം അലവൻസ് ഒന്ന് ഉള്ളോട്ടേക്ക് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ആ എൻഡിൽ മാത്രം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, എൻഡിൽ മാത്രമേ ലോക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് മൊത്തമായിട്ട് പതിച്ചടിക്കരുത്. അത് വൃത്തികേടാണ്. ആ എൻഡിൽ മാത്രം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണേ. അപ്പം എന്തായാലും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മളൊരു 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ സിബ് തിരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഗ്യാപ്പുകളൊന്നും ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ആ സിബിൻ്റെ ഹെഡ് പോർഷൻ ഇതിലൂടെ എടുക്കാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഈ ഒരു ഹെഡ് മാത്രം പുറത്തേക്ക് എടുത്താൽ മതി, അതായത് ഉള്ളിലേക്ക് എടുത്താൽ മതി കേട്ടോ. സിബ് ഇതേപോലെ നിങ്ങൾക്കൊന്ന് ഇട്ട് നോക്കാം, കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കാം. അതിനുശേഷം എക്സ്ട്രാ സിബ് പുറത്തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ടല്ലോ, ഈ 1/2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ നേരത്തെ സീം അലവൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ സിബിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സിബിൽ കയറി പോകരുത്. ഇങ്ങോട്ടായിട്ടുള്ള ആ ഗ്യാപ്പ് ഒന്ന് നമ്മളത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അടയ്ക്കുക എന്നുള്ള രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇൻവിസിബിൾ സിബ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇത്രയും സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാലേ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാവുകയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇൻവിസിബിൾ സിബ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ക്രോപ്പ് ടോപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് പലാസോന്റെ കൂടെയും സ്ട്രഗിന്റെ കൂടെയും ഒന്ന് പെയർ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പലാസോന്റെ കൂടെ, ബ്ലാക്ക് പലോസിന്റെ കൂടെയാണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും പെയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഒരു സ്കേർട്ടിന്റെ കൂടെ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം. ഇനി സാരി ബ്ലൗസ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.